തിരുവനന്തപുരം നഗരസഭയിൽ വ്യാപകമായിട്ടുള്ള പിൻവാതിൽ നിയമനം. കുറച്ച് വിവരങ്ങളൊക്കെ ലഭിച്ചു വരുന്നുണ്ട്. അതിന്റെ തെളിവുകൾ കൂടി വരും ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് പുറത്തുവിടാൻ പറ്റുമെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്, നാട്ടിക്കിടക്കുന്ന സകലമാന സംഖ്യകളെയും പിടിച്ച് തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് ഭരണമോ നടക്കുന്നില്ല, നഗരമോ വൃത്തിയാക്കുന്നില്ല. മൊത്തത്തിൽ താളം തെറ്റിയ അവസ്ഥയാണ്. ആറ്റുകാൽ പൊങ്കാല ഇങ്ങ് വന്നെത്തി. ഒരു ചുക്കും ഇതുവരെ ചെയ്തിട്ടില്ല. ഫണ്ട് ദൂർത്തടിച്ച് ഡൽഹിയിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ കയ്യും കാലൂട്ട് അടിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് നാട്ടിൽ കിടക്കുന്ന പല സംഖ്യകളെ, ഞാൻ വി വി രാജേഷിന്റെ കൊച്ചച്ഛൻ്റെ മോൻ, ഞാൻ വി വി രാജേഷിന്റെ മാമന്റെ മോൻ, വി വി രാജേഷിന്റെ അടുത്ത സുഹൃത്തിന്റെ മോൻ തുടങ്ങി പലരെയും, അതായത് തലസ്ഥാനത്തെ ഒരു ജോലിയില്ലാതെ വായി നോക്കിക്കൊണ്ടിരുന്ന സംഖ്യകൾക്കാണ് പലർക്കും ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് വ്യാപകമായിട്ട് തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ എന്തൊരു നിശബ്ദതയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് വലിയ ചർച്ച നടക്കുന്നുണ്ട്. പലരെയും നേതാക്കന്മാർ ഇപ്പോൾ ഓരോ നിയമനങ്ങൾക്ക് വേണ്ടി നഗരസഭയ്ക്കകത്ത് കിടന്ന് തള്ളുകയാണ്. ആകെ അവിടെ ഇപ്പോൾ തള്ളലെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ ഒരു കാര്യവും നടക്കുന്നില്ല. ഈ നിയമനങ്ങൾ എങ്ങനെ സംഘികളുടെ കുടുംബങ്ങളിലേക്ക് നടത്താമെന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തുള്ള പലരും അതിനു വേണ്ടിയുള്ള വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ട്. ചിലർ ടെക്നോ പാർക്കിലെ ജോലി വരെ ഉപേക്ഷിച്ച് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പോകുന്നു എന്ന വിവരം കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണേ. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ഈ ഫണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് എത്തിക്കാമെന്നതിന്റെ ആലോചനയാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ ഒരു മാസമായിട്ടും വലിയ വാചകമടിക്കപ്പുറം എന്താണ് നടന്നത്? അവിടെ തെരുവ് നായെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഇറങ്ങി നോക്കൂ. മാലിന്യ മുക്തമായിട്ടുണ്ടോ നഗരം? ഇല്ലല്ലോ. ഇന്നലകളിൽ ആ നഗരം എത്ര മനോഹരമായിരുന്നു. ഇന്നിപ്പോ നാട്ടുകാർക്ക് ഇങ്ങനെ മൂക്കും പിടിച്ചുകൊണ്ടല്ലാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നോക്കുകയാണെങ്കിൽ ശുചിത്വം അല്ലെങ്കിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. മലിനജലം റോഡിൽ കൂടെ ഒഴുകുകയാണ്. അതായത് ഇന്നലകളിൽ എന്തായിരുന്നു നഗരം നമ്മൾ കണ്ടിരുന്നത്, ആ നഗരമേ അല്ല. ഇന്നിപ്പോ നാറാത്തത് നാറുമെന്ന് പറഞ്ഞാൽ നഗരത്തിൽ നോക്കിയാൽ മതി. ഡ്രെയിനേജ് പൊട്ടി ഒലിച്ചിട്ട് നോക്കാൻ ആളില്ല. ഒരു മാസം എന്താണ് ആകുന്നതിന് മുന്നോടിയായിട്ട് ഡൽഹി ടൂറായിരുന്നു. ഒരാഴ്ച ഡൽഹി ടൂറൊക്കെ നടത്തി തിരിച്ചു വന്നതിന് ശേഷം കുറച്ച് ദിവസം അതിന്റെ റെസ്റ്റ് ആയിരുന്നു, ക്ഷീണമായിരുന്നു. റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നതിന് ശേഷം ആദ്യം ചെയ്യാൻ പോകുന്ന പ്രവർത്തനം ആരെയൊക്കെ നമ്മളുടെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് തിരികെ കയറ്റാം. ഇതല്ലാതെ തിരുവനന്തപുരം നഗരസഭ ചെയ്ത ഈ ഒരു മാസത്തിനിടയിൽ ഒരു പുതിയ ഭരണസമിതി വന്നു കഴിഞ്ഞാൽ അവർ ഒരു പ്രഖ്യാപിച്ച അല്ലെങ്കിൽ നടപ്പാക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ ഇതുവരെയെങ്കിലും കേട്ടോ? എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഒന്നും കേട്ടില്ലല്ലോ. ആകെ നിങ്ങൾ കേട്ടു തെരുവ് നായ ഇതാ നിർമ്മാർജ്ജനം ചെയ്യുന്നു എന്ന പേരിൽ കുറച്ച് തലസ്ഥാനത്ത് കുറച്ച് തെരുവ് നായെ പിടിച്ചിട്ട് ഒരു പഞ്ചായത്തിൽ ഒരു ഇതിൽ കൊണ്ടുവന്ന് തള്ളിക്കൊടുത്തു.